തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഷിജിനായും വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോൺ മത്യാസിനായുമുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇരുവരെയും കാണാതായിട്ട് ഇന്നേക്ക് 11 ദിവസമായി. ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. യോഗത്തിന് ശേഷം മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണനായും തിരച്ചിൽ തുടരുന്നുണ്ട്. തിരച്ചിലിന് നാവികസേനയും ഉണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗൗതം കൃഷ്ണന്റെ മാതാവ് രേഷ്മയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തേക്ക് പോകാം. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകാനായി ചേരും. വിജിൻ, അപ്പോൾ ഇന്ന് വിഴിഞ്ഞത്തും ഒപ്പം തന്നെ മുതലപ്പുഴയിലും നീണ്ടകരയിലും ഒക്കെ പതിവ് പോലെയുള്ള തിരച്ചിൽ തുടരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമടക്കമുണ്ട്. അപ്പോൾ തിരച്ചിലുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായി തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണോ? ഇനിയിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള തുടർ നടപടികളൊക്കെ എന്തായിരിക്കും ഇക്കാര്യത്തിൽ? ജിൽസി, ആദ്യഘട്ടത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു എല്ലാ മേഖലകളിലും ഉണ്ടായ പ്രതിഷേധം. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിനുശേഷം കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ തന്നെയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നീണ്ടകരയിലായാലും ഒപ്പം തന്നെ മുതലപ്പുഴയിലായാലും വിഴിഞ്ഞത്തായാലും എല്ലാം അതേ രീതിയിൽ തന്നെയാണ്. മുതലപ്പുഴയിലാണ് ആദ്യം ഈ വള്ളം മറയുകയും ആളുകളെ കാണാതാവുകയും ഒക്കെ ചെയ്തത്. ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഫ്രീമാൻ എന്ന പേരുള്ള ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഷിജിനായുള്ള തിരച്ചിലാണ് മുതലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ പ്രതിഷേധങ്ങൾ പല ദിവസങ്ങളിലായി ഉണ്ടായി. മുഖ്യമന്ത്രിയോ ഒപ്പം തന്നെ മന്ത്രിമാരോ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് എത്തണം, ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയുള്ള തിരച്ചിലിലേക്ക് പോകണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. അതിന് ശേഷമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി നേവിയുടെ ഒരു പ്രത്യേക സംഘം നിലവിൽ തിരച്ചിൽ നടത്തിയത്. പക്ഷേ ആ ഘട്ടത്തിലും ഷിജിനെ കണ്ടെത്താൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. സ്കൂബ ഡൈവേഴ്സ് ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ടീം, കോസ്റ്റൽ ഗാർഡിന്റെ ടീം, അങ്ങനെയുള്ളവരൊക്കെ നേരത്തെ തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബോട്ടുകളും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയുള്ള തിരച്ചിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഇനി ജീവനോടെ ഷിജിനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ എന്തായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം തിരമാലകൾക്ക് ഇടയിൽ ഇങ്ങനെ ആ പുഴയിലേക്ക് വന്നടിച്ചാണ് നിലവിൽ അപകടം ഉണ്ടാവുകയും ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുന്ന ആളുകൾ അത് ഒന്നുകിൽ കടലിലേക്ക് ഒഴുകിപ്പോവുകയോ കന്യാകുമാരി തീരങ്ങളിലേക്ക് ഒക്കെ എത്തുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിലേക്ക് കൂടി ഇപ്പോൾ തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നേവിയുടെ പ്രത്യേക സംഘം എത്തിയതോടുകൂടി കൂടുതൽ സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു നിരീക്ഷണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ടകരയിലായാലും ഒപ്പം തന്നെ വിഴിഞ്ഞത്തായാലും സമാനമായ രീതിയിലുള്ള തിരച്ചിൽ ആണ് നടത്തുന്നത്. പക്ഷേ ഈ 3 പേരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. മുതലപ്പുഴയിൽ സാധാരണ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ 3 സ്ഥലങ്ങളിലും അപകടങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോവുകയും തുടർന്ന് വലിയ കാറ്റിലും ഒപ്പം തന്നെ തിരമാലകളിലും ഒക്കെ പെട്ടാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് പോകുന്നത്. പക്ഷേ അവരെ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ രക്ഷിക്കാനുള്ള ഒരു ശാശ്വതമായ സംവിധാനം ഇല്ല എന്നുള്ള വിമർശനം തന്നെയാണ് നിലവിൽ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചെല്ലാത്തതുമായി ബന്ധപ്പെട്ട അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ഉള്ള കർത്തവ്യം 11 ദിവസം പിന്നിട്ടെങ്കിലും പക്ഷേ ഈ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തായാലും മുതലപ്പുഴയിൽ ഉൾപ്പെടെ ജീവനോടെ ഇനി ഈ വെള്ളത്തിലേക്ക് പോയ ആളുകളെ കണ്ടെത്താൻ കഴിയും എന്ന നിലവിൽ പ്രതീക്ഷയില്ല. പക്ഷേ മൃതശരീരങ്ങളെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്.